ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇടിയപ്പവും മുട്ടക്കറിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലത്തുള്ള ഇടിയപ്പവും മുട്ടക്കറിയും നമുക്ക് തയ്യാറാക്കിയെടുത്താലോ. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി പൊടിച്ച പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളം അടുപ്പത്ത് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വെള്ളം എല്ലാ ഭാഗത്തും ആവുന്നവർക്ക് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിൽ വെച്ചിട്ട് നമുക്കതൊന്ന് പീച്ചെടുക്കണം. ഇതേപോലത്തെ ഇടിയപ്പത്തിൻ്റെ സ്റ്റാൻഡ് തട്ടിൽ വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ തട്ടിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഇടിയപ്പം വെന്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് കിട്ടും. അപ്പോൾ ഇടിയപ്പം നമ്മളുടെ മാവ് ഇതിൽ നിന്ന് പകുതി എടുത്തിട്ട് നമുക്ക് ഈ അച്ചിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇടിയപ്പം ഈ അച്ചിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. നിങ്ങൾക്ക് എത്ര കനത്തിൽ വേണം ആ കനത്തിൽ ചുറ്റിയെടുക്കാം. ഞാനിവിടെ നൈസായിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇഡ്ഡലി ചെമ്പിലൊന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ 4 തട്ടിലും ഒരേ സമയം 4 തട്ടിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇത് തയ്യാറാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി ചെമ്പിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഈ സ്റ്റാൻഡിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇടിയപ്പം വെള്ളം ചൂടായതിന് ശേഷം ഇടിയപ്പം സ്റ്റാൻഡ് അതിലേക്ക് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഈ സ്റ്റാൻഡ് ഇല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിലും വേണമെങ്കിൽ നിങ്ങൾക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് വേവിച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. 5 മിനിറ്റിന് ശേഷം നമ്മുടെ ഇടിയപ്പമൊക്കെ ഒന്ന് നല്ല വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇടിയപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഇടിയപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ നേരം വേവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടിയപ്പം ബലം വെക്കും. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടിയപ്പം അതേപോലെ സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് സൈഡ് ഡിഷായിട്ട് മുട്ടക്കറി തയ്യാറാക്കി എടുക്കണം. മുട്ടക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ 5 മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു പാൻ വെച്ചിട്ട് പാൻ നല്ല ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 2 പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 2 സവാള ചെറുതായി കട്ട് ചെയ്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലൊന്ന് മിക്സാക്കി എടുക്കാം. സവാള നല്ലൊന്ന് ഇളക്കി വന്നതിന് ശേഷം സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നല്ലൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചെറുതായി കട്ട് ചെയ്ത തക്കാളിയാണ് കേട്ടോ, 1 തക്കാളിയാണ് കട്ട് ചെയ്തെടുത്തത്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലൊന്ന് മിക്സാക്കി എടുക്കാം. ഈ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂണ് പെരിഞ്ജീരകം കൂടി ചേർത്തിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ തേങ്ങ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലൊന്ന് മിക്സാക്കി എടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കുക. ഇനി ഇതിലേക്ക് ഗരമസാല ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കണം. മസാലയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നല്ലൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമ്മുടെ മുട്ടക്കറിയുടെ മസാലയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്തിട്ടുണ്ടെങ്കിൽ അധികം തിളപ്പിക്കില്ല, അതുകൊണ്ടാണ് ഈ മസാല ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇതിലെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് മുട്ടക്കറി വേണമെങ്കിൽ തിക്കായിട്ട് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലൊന്ന്
മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇത് ഏകദേശം 4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന മുട്ടക്കറിയാണ്. അപ്പോൾ ഇത് നമ്മുടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു മിനിറ്റ് ഒന്ന് തിള വരുമ്പോൾ നമുക്കിതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്യണം. നമ്മുടെ മുട്ടക്കറിയൊക്കെ ഇവിടെ ഒന്ന് തിള വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ അതിന് ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പവും മുട്ടക്കറിയും ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. മുട്ടക്കറിയും ഇടിയപ്പവും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ.